എൻ്റെ ഒരു സാറ്റർഡേ കണ്ടാലോ, ഇന്ന് ഞാൻ വീട്ടിൽ പോകുന്ന ദിവസമാണ്. ഇന്ന് എനിക്ക് ഓഫീസിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു, നല്ല തലവേദന ഉണ്ടായിരുന്നു, അതുപോലെ മടി. പിന്നെ പോയല്ലേ പറ്റൂ, ഇന്ന് വീട്ടിൽ പോയല്ലേ എന്ന് ഓർത്ത് ഞാൻ അങ്ങ് റെഡിയായി വന്നു. ഇതിനൊക്കെയിടയിൽ ഒരു ഫോട്ടോ പോലെ കണ്ടില്ലേ, സ്കൈ ആയിട്ട്, അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എടുത്തതാണ്. അങ്ങനെ എൻ്റെ നോർമൽ വർക്കിംഗ് ഡേ സ്റ്റാർട്ട് ചെയ്തു. വന്നിരുന്നു, ലാപ്പ് ഓൺ ആക്കി, കുറേ വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ഇന്നത്തെ വർക്ക്സ് എല്ലാം ഞാൻ പ്ലാൻ ചെയ്തു. എനിക്ക് ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നല്ലോണം എൻ്റെ ബ്രെയിനിൽ ഡാറ്റ അങ്ങനെ സേവ് ചെയ്തപ്പോൾ ഒരു ഫീൽ ആയിരിക്കും, അതുകൊണ്ട് ഞാൻ മറക്കില്ല. പിന്നെ ഇതിങ്ങനെ ടിക്കറ്റ് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആത്മനിർവൃതി അടയാൻ പറ്റും. ഈ വർക്ക് കഴിഞ്ഞ് പിന്നെ ലഞ്ച് ബ്രേക്കിന് ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും പട്ടിപ്പണിയെടുത്തു. പിന്നെ പണിയായുധങ്ങളൊക്കെ ഓഫീസിൽ വെച്ച് ഞാൻ 5:30 ആകുമ്പോൾ ഇറങ്ങി. ഇന്ന് വീട്ടിൽ പോകുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു ക്യാൻഡി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങി വായിലിടുന്ന എനിക്കിപ്പോൾ ശീലമാണ് വീട്ടിൽ പോകുമ്പോൾ. പിന്നെ ടോയ്ലറ്റ് ബസ്സിക്ക് ചാടിക്കറി കുറേ നേരം നിന്നിട്ടാണ് ഒരു സീറ്റ് കിട്ടിയത്. പിന്നെ ഇരുന്ന് വന്നപ്പോഴേക്കും കൊരട്ടി ഭാഗം തൊട്ടങ്ങ് വലിയ ബ്ലോക്കും. എന്തായാലും വീട്ടിലുള്ള ലാസ്റ്റ് ബസ് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ സ്റ്റാൻഡിൽ ഇറങ്ങി ഓട്ടോ പിടിച്ച് വീട്ടിൽ പോകാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ ഞാൻ അതിസാഹസികമായി റോഡൊക്കെ ക്രോസ് ചെയ്ത് എങ്ങനെയൊക്കെ ഓട്ടോ കയറിയപ്പോഴല്ലേ അറിഞ്ഞത് അതിലും വലിയ സാഹസികത ഓട്ടോറിക്ഷയിലായിരുന്നു. വണ്ടർലയിൽ എത്തിയ റൈഡ് കയറി ഫീൽ ഉണ്ടായിരുന്നു എനിക്ക് വീട് വരെത്തിയപ്പോഴേക്കും. വീടെത്തുമ്പോഴേക്കും അത് അതിന്റെ പിതാശ്രീ ഗേറ്റിന്റെ അവിടെ എന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ, ആഴ്ചയിൽ വരുന്ന മോളെ കണ്ട സന്തോഷം. പിന്നീടുള്ള ലക്ഷ്യം എൻ്റെ കുളിക്കുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, ഇത് മാത്രമാണ്. പിന്നെ ഞാൻ നല്ലൊരു കുളി പാസ്സാക്കി ചോറ് കഴിച്ചത് എനിക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പം ചെമ്മനോടെ ചക്ക വെട്ടി വെച്ചിട്ടുണ്ട്, പഴുത്ത ചക്കയാണ്. അപ്പോൾ നേരിട്ട് പോയി ആ ചക്ക എടുത്ത് തിന്നു. അങ്ങനെ സാറ്റർഡേ അവസാനിച്ച സന്തോഷത്തിലും വിഷമത്തിലും ഞാൻ അങ്ങനെ പോയി കിടന്നുറങ്ങി. ഓക്കെ, ബൈ.